ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറു. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിക്കാം. ഇനി ബാക്കി വന്ന ചപ്പാത്തിയൊന്നും കളയണ്ട, നമുക്കതുകൊണ്ടൊരു ന്യൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ നീളത്തിൽ നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാൻ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം മൂത്ത് ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നീളത്തിലരിഞ്ഞ ഒരു ചെറിയ ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒരുവിധം സെറ്റായതിന് ശേഷം ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ വഴറ്റി കിട്ടണം. നല്ലൊരു തിക്ക് ഗ്രേവിക്ക് ഉണ്ടാവുന്നത് പോലെ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടണം. അതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് എല്ലാ മസാലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ചപ്പാത്തിയിലെല്ലാം മസാല പിടിക്കുന്ന വിധം നമ്മൾ ഇളക്കി കൊടുക്കലാണ് അടുത്ത ടാസ്ക്. എല്ലാം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം നമ്മുടെ ചാനലിൽ പറയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.